ഹായ്, വെൽക്കം ബാക്ക്. സന്ന ബ്ലോഗിൻ്റെ കുഞ്ഞു വിശേഷം കാണാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി അതുപോലെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫും അതുപോലെ ബീഫ് കുറുമ പോലെ ഉണ്ടാക്കിയതും പിന്നെ തേങ്ങ ചിരകിയിട്ടതും. അപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറുമ പോലെ ഉള്ളതും പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ഇറച്ചി തേങ്ങ ഇട്ടതുള്ള ഐറ്റംസാണ്. ചെറിയ വിശേഷമാണ്. അപ്പോൾ ഞാൻ മോള് മദ്രസയിൽ കൊണ്ട് രാവിലെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് അവർക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം കാര്യങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന എല്ലാം ആവണം. പിന്നെ ടൈം ടേബിളും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടൈം ടേബിൾ ഞാൻ വെച്ചതാണ്. പിന്നെ ടിഫിൻ ബോക്സ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ടിഫിൻ ബോക്സെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇത്ര പെട്ടെന്നാണ് അവളെ സ്കൂൾ വാൻ രാവിലെ തന്നെ വരും. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ മദ്രസയിൽ രാവിലെ കഴിഞ്ഞതിന് ശേഷം 8 മണിക്ക് വാന് വരും. അപ്പോൾ പുതിയ ഒരുങ്ങാൻ നിൽക്കുന്നതാണ്. അപ്പോൾ വാന് വരാനായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരുക്കി വയ്ക്കണം. പിന്നെ അങ്ങനെ വന്നിട്ട് മദ്രസയിൽ വന്നിട്ട് സമയത്ത് ഒരുങ്ങാനൊന്നും ടൈമില്ല. പിന്നെ അങ്ങനെ ഞാൻ കിച്ചണിൽ ഇത്രയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വെക്കും. പിന്നെ കിച്ചൺ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ തുണി അലക്കാനിടും. പിന്നെ അതുപോലെ പിന്നെ തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ എന്തെങ്കിലും പണി ഉണ്ടാക്കി ചെയ്യും. പിന്നെ ഞാൻ ഇന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പോയതാണ്. അപ്പോൾ കടയിൽ പോയ സമയം ഇന്നലെ രാത്രിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് അത്ര മഴ ഉണ്ടായിരുന്നില്ല. മഴ എല്ലാ സമയം നോക്കിയാണ് പോയത്. മോള് സ്കൂൾക്ക് പോയ സമയത്ത്. അല്ലാതെ അപ്പോൾ നല്ല മഴയല്ല, അപ്പോൾ ബുദ്ധിമുട്ടാവുന്നല്ലേ. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന ഈ റൂട്ടിലല്ല, പക്ഷെ പിന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ റൂട്ടിലൂടെ ഞാൻ വന്നു. പക്ഷെ ആ റൂട്ടിൽ വരാൻ നല്ലൊരു ഭംഗിയാട്ടാ. കാടും മലകളായിട്ട് നല്ലൊരു രസമാണ് അവിടെ ഈ റൂട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുമ്പും ഞാൻ ആദ്യം ഈ റൂട്ടിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അത്ര ഇതുണ്ടായിരുന്നു. ഇപ്പോൾ റോഡെല്ലാം ആക്കിയിട്ട് നല്ലൊരു റൂട്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന മഴയിൽ നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളപ്പൊക്കം വെച്ചാൽ വെള്ളമെല്ലാം തോടുന്ന് മറിഞ്ഞ് ഇങ്ങനെ തോട്ടത്തിലെ കിടത്ത ഭാഗത്തെല്ലാം പോയി നല്ലോണം ബുദ്ധിമുട്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, ബൈ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.